വേദനയുടെയും കഷ്ടതയുടെയും വഴിയിലൂടെയാണ് നമ്മുടെ യാത്രയെങ്കിൽ ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറപ്പുള്ളത്, ഈ വഴി ദൈവപുത്രനായ യേശു കടന്നുപോയ വഴിയാണ്. ആ വഴിയുടെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ സാന്നിധ്യവും സഹായവും നമുക്കുണ്ടായിരിക്കും. യേശു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നാം അക്കരയ്ക്ക് പോക. അങ്ങനെ അവർ പടകിൽ യാത്ര തുടങ്ങി. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. ഈ സമയത്തൊക്കെയും യേശു പടകിൻ്റെ അമരത്ത് തലയണ വെച്ചുറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കുക, യേശു പടകിലുള്ളപ്പോഴും കൊടുങ്കാറ്റ്. ഇതെന്തൊരു വിരോധാഭാസമാണ്. യേശു പടകിലുണ്ടെങ്കിൽ കടൽ കോപിക്കാതെ ഇരിക്കുകയല്ലേ വേണ്ടിയത്? ഇവിടെ ഇപ്പോൾ ശിഷ്യന്മാരുടെ വീക്ഷണത്തിൽ യേശു പടകിലുള്ളതും ഇല്ലാത്തതും എല്ലാം ഒരുപോലെ തന്നെയാണ്. കാരണം ഇത്രയും പടകിന് നേരെ പ്രശ്നമുണ്ടായിട്ടും ഒരു കൂസലുമില്ലാതെ യേശു ഉറങ്ങുകയാണ്. അത് ശിഷ്യന്മാരുടെ പരിഭ്രമം വർദ്ധിപ്പിച്ചു. യേശുവിൻ്റെ ചില സമയങ്ങളിലെ മൗനം അഥവാ നിശബ്ദത നമ്മിലും പരിഭ്രാന്തി ഉണ്ടാക്കുന്നു. എന്നാൽ നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുവാനും അതിനെ ഉറപ്പിക്കുവാനുമാണ് യേശുവിൻ്റെ നിശബ്ദത എന്ന് നാം അറിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ കൂടുതൽ തീക്ഷ്ണമാകുകയും നന്ദി കൊണ്ട് നാം നിറയപ്പെടുകയും ചെയ്യുന്നു. അപ്പോഴാണ് അവൻ വിടുവിക്കുവാൻ എഴുന്നേൽക്കുന്നത്. യേശുവിൽ പരിപൂർണമായി ആശ്രയിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് ശിഷ്യന്മാർക്ക് അനാവശ്യമായ ഭയമുണ്ടായത്. യേശു തന്നെയാണ് അവരോട് അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം നടുക്കടലിൽ പോയി നമുക്ക് ഒരുമിച്ച് മരിക്കാം എന്നല്ലെന്ന് ശിഷ്യന്മാർക്ക് ഓർക്കാമായിരുന്നു. ഡിയർ ഫ്രണ്ട്സ്, അലറി അടുത്തു വരുന്ന തിരമാലകളോട് നിങ്ങൾക്ക് ഞങ്ങളെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല, കാരണം മഹാരക്ഷകനായ യേശു ഞങ്ങളുടെ പടകിലുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാം. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.